2025 നവംബർ 23 അൽ നാസർ വീസസ് അൽ ഗലീജ് മത്സരം. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ അൽ നാസർ മുന്നേറ്റ നിലയിൽ ഒരുവന്റെ പാദങ്ങളിൽ നിന്ന് ഒരു ബൈസൈക്കിൾ ഗോൾ എതിർ ടീമിലേക്ക് തുളച്ചു കയറുന്നു. കളി കണ്ട കാഴ്ചക്കാർക്ക് ഇതൊരു അത്ഭുതമാണെങ്കിലും ഫുട്ബോൾ ലോകത്തിന് ഇതൊരു പുത്തരിയല്ല. എന്നാൽ ഗോളിനേക്കാൾ അന്ന് ചർച്ചയായത് ഗോൾ അടിച്ചവനായിരുന്നു. കാരണം 2018 റയൽ മാഡ്രിഡ് യുവന്റസ് മത്സരത്തിൽ സമാനമായ ഗോൾ നേടിയ ഒരു ദിവസം അയാൾക്കുണ്ട്. അതെ, 7 വർഷങ്ങൾക്കിപ്പുറം ആ ദിവസത്തെ അയാൾ സ്മരിച്ചിരിക്കണം. എന്നാൽ അയാൾക്ക് ഇന്ന് 40 വയസ്സാണ്. കൂടെ കളിച്ചവരും പന്ത് തട്ടിയവരും കിതയ്ക്കുമ്പോഴും ബൂട്ടഴിക്കുമ്പോഴും അയാളിലെ മികവിന് മാറ്റമില്ല. ഇന്നു പിറവിയെടുക്കുന്ന പുതുതാരങ്ങൾ അയാളിൽ മാതൃക കാണുന്നുണ്ടെങ്കിൽ അയാളിൽ ഒരുതി ഇന്നും ഉണ്ടായിരിക്കണം. അതെ, ഇത് അയാളുടെ കഥയാണ്. ലോകം മുഴുവൻ തങ്ങളുടെ ധീരത ഊട്ടിയുറപ്പിച്ച പറങ്കിപ്പടയുടെ പടത്തലവന്റെ കഥ. പോർച്ചുഗീസ് ദമ്പതികൾക്ക് 4ാമനായി അവൻ ജനിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തിയ അവസ്ഥയായിരുന്നു അന്ന് ആ കുടുംബത്തിന്. അതിൽ നിന്നൊന്ന് ഉയർന്നു നിൽക്കാൻ അവൻ അത്രമേൽ പ്രയത്നിച്ചിരിക്കണം. വഴിയോരങ്ങൾ വൃത്തിയാക്കുന്ന തൂപ്പുകാരനായും രാത്രികാലങ്ങളിൽ ഭക്ഷണശാലയുടെ പിറകിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടും കൈനീട്ടിക്കൊണ്ടും അന്ധകാലം കാർന്നു നിന്നൊരു ബാല്യം അവനുണ്ടായിരുന്നു. അന്നെല്ലാം കാൽപന്ത് കളിയിലെ ഹരമായിരുന്നു അയാളിൽ ജീവനെ ബാക്കി വെച്ചത്. ആ കാൽപന്ത് കൊണ്ട് തന്നെ അവൻ സ്വന്തം ജീവിതം തിരുത്തി എഴുതിയിരിക്കുന്നു. അയാൾ ഒരു അത്ഭുതമാണ്, പഴകും തോറും വീര്യം കൂടുന്ന ഒരു അത്ഭുതം, ഏതൊരാപത്ത് ഘട്ടത്തിലും പിറവിയെടുക്കുന്ന അത്ഭുതം. 2026 വേൾഡ് കപ്പിലേക്ക് പോർച്ചുഗൽ കാലെടുത്തു വെക്കുമ്പോൾ ഒരു ജനതയുടെ പ്രാർത്ഥന അയാൾക്ക് പിന്നിലുണ്ടായിരിക്കണം. തലതാഴ്ത്തി നിൽക്കുന്ന പോർച്ചുഗീസിന് വിശ്വാസം നൽകുന്ന അവരുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ.